ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം. ഏതായാലും ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി രനീഷ് നമ്മളൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ കൗൺസിലറിൻ്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മുൻ മേയറുടെ ഒരു വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് കൗൺസിലറായിട്ട് കയറിയത്. ഇനിയിപ്പോൾ MLA ആണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ MLA അദ്ദേഹത്തിൽ നിന്ന് വിജയിച്ച് അദ്ദേഹത്തിന് പിടിച്ചടക്കി കയറും, മണ്ഡലം പിടിച്ചടക്കുമോ? സംശയം എന്താ? നമ്മൾ ഈ പ്രാവശ്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ. മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ MLA ആയി ഭാരതീയ ജനതാ പാർട്ടിയുടെ ടി രനീഷ് വരുമെന്നുള്ളത് ഒരു സംശയമില്ല. അത് പറയാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി പൊതുജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ ഈ 2 മാറി മാറി വന്ന സർക്കാരുകൾ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് മെഡിക്കൽ കോളേജ് നമ്മുടെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴും ആളുകൾ നിലത്ത് കിടക്കുന്നത്, നമ്മൾ UP നോക്കൂ, ബംഗാളിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ. ഒരു ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ 3-4 ആഴ്ച കഴിഞ്ഞാണ് അവർക്ക് ഡേറ്റ് കിട്ടുന്നത്, മരുന്നില്ല. ഇനി അഥവാ ചികിത്സിച്ചാൽ ചികിത്സാ പിഴവ് സംഭവിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ മാതൃകയാവുന്ന ആരോഗ്യ മേഖല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ സൗത്ത് നിയോജക മണ്ഡലത്തോടും കൂടെ പറയുന്ന അവർ വലിയ വിപ്ലവകരമായ മാറ്റം നടന്ന പുതിയ പാലം. 40 വർഷം മുന്നേ സൈക്കിളിൽ ആളുകൾ ഉന്തിപ്പുണ്ട് പോയിരുന്ന ഒരു പ്രദേശത്ത് 40 വർഷം കൊണ്ട് 120 മീറ്ററുള്ള ഒരു പാലം ഉണ്ടാക്കിയതാണ് വികസനം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സ്വന്തമായി വീടില്ല, കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ. ഇതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ്സ് പോലും പൂർണ്ണമാക്കുവാൻ ഈ 2 സർക്കാരുകൾക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വർഗീയത പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രീതിയുണ്ട്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി ആ രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ആളുകൾക്ക് വിദ്യാഭ്യാസം വന്നു, ആളുകൾ പത്രങ്ങൾ വായിക്കാൻ തുടങ്ങി, ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം നമ്മൾ കണ്ടതാണ് LDF UDF മാറി മാറി ഭരിച്ചു. ഇപ്പോൾ NDA സ്ഥാനാർത്ഥിക്കാണെങ്കിലും വോട്ട് ശതമാനം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എത്രത്തോളം വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ്, അവസാന 3 തെരഞ്ഞെടുപ്പിൽ 8600-ലാണ് 19800 ആയത്, 19800-ലാണ് 24873 ആയത്, 24853 നിന്ന് 50000 വോട്ടായി മാറും. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നേരെ ഡബിൾ 50000 വോട്ട് പിടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തെ ഞങ്ങളോട് ജയിക്കും. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത്, ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ നിങ്ങളടുത്ത് വന്ന് വർഗീയത പറയുന്ന ആളുകളെ, നിങ്ങളടുത്ത് നിന്ന് പല ഓഫറുകളും നിങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കണം. കഴിഞ്ഞ 40 വർഷമായി നിങ്ങൾ മാറി മാറി ഭരിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള താമസം, ഭക്ഷണം, കുടിവെള്ളം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അത് നിറവേറ്റുമെന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടോ? അത് നിറവേറ്റാത്ത നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന് ജനങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി മത്സരം മെയ് 4-ന് MLA ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. ശരി. ഏതായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ടി രനീഷ് ഉള്ളത്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്.